ഇപ്പോൾ ഗുജറാത്തിലെ ആരോഗ്യ മന്ത്രി അദ്ദേഹം അവിടെ സിവിൽ ഹോസ്പിറ്റലിലേക്ക് എത്തി എന്നുള്ള വാർത്ത കൂടി ആർ അച്യുതൻ അറിയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ്. ഇതിനോടകം കോൺഗ്രസിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടോ റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ടോ അന്വേഷിപ്പിക്കണം വിമാനാപകടവുമായി ബന്ധപ്പെട്ട് എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതുകൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ ഒന്ന്, വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാർ മരിച്ചു. 242 പേരുണ്ടായിരുന്നു. 242 പേര് മരിച്ചു എന്നുള്ളതാണ്. ഈ വിമാനം തകർന്നു വീണത് അവിടെ ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിലാണ്. ആ ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന 5 വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. അവർ മരിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട്. രാജ്യത്തെ നടുക്കിയ വിമാനാപകടമാണ്. രാജ്യത്ത് ഉണ്ടായതിൽ വെച്ച് വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ്. 169 ഇന്ത്യക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ വിമാനമാണ്. അതിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു. ഒരു മലയാളിയുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശിയായ രഞ്ജിതയുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദേശ പൗരന്മാർ ഒക്കെ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്കാർക്കൊപ്പം തന്നെ വിമാനത്തിൽ തകർന്നു വീണ വിമാനം ബോയിങ്ങിൻ്റെ വിമാനമാണ്. ബോയിങ് തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി അവരുടെ പ്രതികരണം അറിയിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുമായി ബന്ധപ്പെട്ട് അവരുടെയും പരിശോധന ഉണ്ടാകും. എല്ലാ സഹായവും നൽകാൻ തയ്യാറാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്ന് അവർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ള വിമാനങ്ങളിലൊന്ന് എന്ന് കരുതപ്പെടുന്ന വിമാനമാണ് ഇപ്പോൾ തകർന്ന് വീണത്. ആ സീരീസിൽ തന്നെ ഇത്തരത്തിലുള്ള 3 വിമാനങ്ങളാണുള്ളത്. അതിൽ പെട്ട ഒരു വിമാനമാണ്. അതിൽ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു, അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആർ അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, ഈ പുതിയ എന്തെങ്കിലും വിവരങ്ങൾ ഔദ്യോഗികമായി ഇപ്പോൾ നൽകുന്നുണ്ടോ? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട ലഭിക്കുന്ന വിവരങ്ങൾ എന്നുള്ളത് നിലവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം വിമാനമാർഗം അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അവിടെ എത്തി നിലവിലെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി പരിശോധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ വ്യോമയാന മന്ത്രിയും ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് തിരിച്ചിരിക്കുന്നത്. കാരണം അതീവ ഗൗരവത്തോടെ ആണ് രാജ്യം ഈ ഒരു ദുരന്തത്തെ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഈ രാജ്യത്തുണ്ടായ രണ്ടാമത്തെ വലിയ ദുരന്തമായി കൂടിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ വിമാന അപകടത്തെ കാണുന്നത്. കാരണം മുഴുവൻ യാത്രക്കാരും ക്രൂ അംഗങ്ങളും ആ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചതായാണ് അഹമ്മദാബാദ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ വിമാനം ഇടിച്ചിറങ്ങിയ പ്രദേശത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായി. അവിടെയും ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന 5 വിദ്യാർത്ഥികൾ മരിച്ചതായുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ഏതാണ്ട് 60ഓളം വിദ്യാർത്ഥികൾ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അവിടെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. കാരണം 2 കെട്ടിടങ്ങളിലായാണ് ഈ വിമാനം ഇടിച്ചിറങ്ങിയത്. അതിൽ ഒരു കെട്ടിടത്തിൽ തീ പടരുകയും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ വഷളാകുകയും ചെയ്തു. അപ്പോൾ അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം സ്വാഭാവികമായി വിമാനം ജനവാസ മേഖലയിലേക്ക് ഇടിച്ചിറങ്ങുമ്പോൾ അതൊരു തീഗോളമായി മാറുമ്പോൾ ആ പ്രദേശവാസികളെ കൂടി ഈ അപകടം ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് വഴിമാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആർമിയുടെ 130 അംഗ സംഘം ഉൾപ്പെടെ BSF, ആർമി, CISF, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തുടങ്ങിയ എല്ലാ സേനകളും ഇപ്പോൾ ഈ അപകട സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രദേശവാസികളുടെ സഹായവും ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ലഭിക്കുന്നുണ്ട്. ആ ഒരു അടിയന്തര സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തി വരുന്നത്. പക്ഷെ എപ്പോഴും ഈ വിമാനം ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഈ നിലം പതിക്കുന്ന തരത്തിലേക്ക് മാറിയതിന്റെ കാരണങ്ങൾ ചിലത് പുറത്തു വരുന്നത് ഈ സാങ്കേതിക തകരാർ വിമാനം നേരിട്ടു എന്നുള്ളതാണ്. കാരണം മറ്റേതെങ്കിലും ഒരു സാഹചര്യമായിരുന്നെങ്കിൽ അടിയന്തര ലാൻഡിംഗ് ഉൾപ്പെടെയുള്ള ചില നടപടികൾ ഇതിനു മുന്നോടിയായി സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇവിടെ അത്തരം സാഹചര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയാതെ, ഒരു സാവകാശം ലഭിക്കാതെയാണ് വിമാനം നിലം പതിക്കുന്ന തരത്തിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ
നിലം പതിക്കുന്ന തരത്തിലേക്ക് മാറിയത്. അപ്പോൾ ഇവിടെ ഒരു സാങ്കേതിക തകരാർ നേരിട്ടതായാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രതികൂല കാലാവസ്ഥ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. ശക്തമായ കാറ്റോ അല്ലെങ്കിൽ ദൃശ്യപരിധി കുറയ്ക്കുന്ന തരത്തിലേക്ക് മൂടൽ മഞ്ഞോ പൊടിപടലങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും അത്തരം സാഹചര്യം, കാരണം വിമാനം പുറപ്പെടുന്നതിന് മുൻപ് തന്നെ പ്രതികൂല കാലാവസ്ഥ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷമായിരിക്കും വിമാനങ്ങൾ പൊതുവെ അഹമ്മദാബാദ് അല്ലെങ്കിൽ ഏത് നിന്നായിരുന്നാലും പുറപ്പെടുക. പക്ഷേ ഇവിടെ അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പറന്നു പൊങ്ങിയ ടേക്ക് ഓഫ് ചെയ്ത വിമാനം കൂടുതൽ ഉയരം കൈവരിക്കാതെ 625 അടിയിൽ വച്ച് ATCയുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ബന്ധം നഷ്ടമായിക്കൊണ്ട് നിലം പതിക്കുകയായിരുന്നു. താഴ്ന്നു പറക്കുകയായിരുന്നു വിമാനം. താഴ്ന്നു പറന്ന് ജനവാസ മേഖലയിലേക്ക് ഇടിച്ചിറങ്ങുന്ന തരത്തിലേക്കാണ് മാറിയത്. അതാണ് സ്വാഭാവികമായും ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. അല്ലെങ്കിൽ പൊതുവെ ഈ ജനവാസ മേഖലയിലേക്ക് ഒരു വിമാനത്തിന്റെ ഒരു സാങ്കേതിക തകരാർ നേരിട്ട് കഴിഞ്ഞാൽ ആ വിമാനം ലാൻഡ് ചെയ്യാനുള്ള അടിയന്തരമായി അടുത്തുള്ള വിമാനത്താവളങ്ങളെയാണ് ആശ്രയിക്കാറ്. ഇനി അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ജനവാസ മേഖല മാറ്റിക്കൊണ്ട് മറ്റേതെങ്കിലും തുറസായ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലായിരിക്കും വിമാനം പൊതുവെ ഇടിച്ചിറക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇവിടെ അതിനുള്ള സാവകാശം പൈലറ്റുമാർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ കാര്യമായ സാങ്കേതിക തകരാർ ഈ വിമാനം നേരിട്ടതായാണ് ചില ഏവിയേഷൻ എക്സ്പെർട്ടുകൾ, വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. അത്തരമൊരു സാവകാശം പൈലറ്റിന് മുൻപിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് ATCക്ക് അപായ സൂചന നൽകി. ATC തുടർന്ന് ഇതിന്റെ വിശദാംശങ്ങൾ തേടുന്നതിന് മുൻപ് തന്നെ വിമാനം പൂർണ്ണമായി ചാരമാകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അത്രയ്ക്ക് തീവ്രമായ ഒരു അപകടമാണ്. പക്ഷേ ജനവാസ മേഖലയിലേക്ക് ഈ വിമാനം ഇടിച്ചിറങ്ങിയപ്പോൾ അപകടത്തിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. കാരണം അവിടെ ഡോക്ടർമാരുടെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അവിടെ 5 വിദ്യാർത്ഥികൾ ഈ അപകടത്തിൽ മരിച്ചതായുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ആ ഹോസ്റ്റലിന്റെ ഒരു കെട്ടിടം പൂർണ്ണമായി അവിടെ നാശനഷ്ടങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിമാനത്തിന്റെ വാൽ ഭാഗം എന്ന് പറയുന്ന ആ ഭാഗം, ഒപ്പം തന്നെ ലാൻഡിംഗ് ഗിയർ ഉൾപ്പെടെ ഈ ഹോസ്റ്റലിന്റെ ഈ കെട്ടിടത്തിന് ഉള്ളിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് ഈ അപകടം വ്യാപിച്ചു. അപ്പോൾ അതിന്റെ തീവ്രത കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സേനകളുടെയും സഹായവും അവരെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. NDRFന്റെ 90 അംഗ സംഘത്തെ അടിയന്തരമായി തന്നെ തുടക്കത്തിൽ തന്നെ ഇവിടേക്ക് വിന്യസിക്കുന്നു. 200ഓളം ഫയർ എഞ്ചിനുകൾ, നിരവധി ആംബുലൻസുകൾ, അതിന് പിന്നാലെ ആർമിയുടെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി. ഒടുവിൽ BSF, അതിനൊടുവിൽ ഇപ്പോൾ 130 അംഗ സേനയാണ് ഇവിടെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഇതിന്റെ രക്ഷാപ്രവർത്തനങ്ങളും തുടർ നടപടികൾക്കുമായിട്ട്. എന്തായാലും അത്തരം അടിയന്തര സാഹചര്യം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഏറെ വിഷമപ്പെടുത്തിക്കൊണ്ട്, പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് മുഴുവൻ യാത്രക്കാരും, വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും മരിച്ചതായി അഹമ്മദാബാദ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെ വലിയൊരു ദുരന്തമായി ഇത് മാറിയിരിക്കുന്നു. ഈ ഉണ്ടായ സാങ്കേതിക തകരാർ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനി ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെ കണ്ടെത്തി അത് കൃത്യമായി പരിശോധിച്ചാൽ മാത്രമേ ഏത് സാഹചര്യത്തിലൂടെയാണ് വിമാനം കടന്നുപോയത് എന്നത് മനസ്സിലാവുകയുള്ളൂ. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. സിവിൽ ഏവിയേഷൻ തന്നെ ഈ സാധാരണ വിമാന അപകടങ്ങൾ അന്വേഷിക്കുന്ന സംഘാംഗങ്ങളെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. അവർ അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ എത്തി ഈ അപകട സ്ഥലം സന്ദർശിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കും. ഒപ്പം ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തുകൊണ്ട് അത് തുടർന്നുള്ള പരിശോധനകൾക്ക് വിധേയമാക്കും. ആ ഘട്ടത്തിൽ മാത്രമേ ഈ അപകടത്തിന്റെ സ്വഭാവം, ഏത് സാഹചര്യത്തിലാണ് വിമാനം ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് എന്ന സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും അത്തരം നടപടികളിലേക്ക് കൂടി വരുന്ന മണിക്കൂറുകളിൽ കടക്കും. കാരണം സ്വാഭാവികമായ ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ കാരണം അത് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുള്ള നടപടികൾ കൂടി ഇതിന്റെ ഭാഗമായി പുരോഗമിക്കുകയാണ്. അതിന് വിദഗ്ധ സംഘം അവിടെ എത്തി പരിശോധനകൾ നടത്തിയായിരിക്കും തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുക.